ആ നീ എവിടേക്ക്? മമ്മി എനിക്കൊന്ന് പുറത്തു പോണം. നീ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നോ? പിന്നെ ഞാൻ എന്ത് വേണമെന്ന് മമ്മി പറയുന്നേ? വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കണോ? ഡാഡിയുടെ മനസ്സ് ഇപ്പോഴും മാറിയിട്ടില്ല. ഡാഡി വിളിക്കാതെ ഞാൻ പോവില്ല. നീ അങ്ങനെ കരുതണ്ട സഞ്ജനെ. സഞ്ജുവിനൊരു തിരിച്ചടി കൊടുക്കാത്ത കാലത്തോളം നിന്നെ ഡാഡി വിളിക്കില്ല. കവിതയെ പുറത്താക്കി സ്വാതിയായി ഇപ്പൊ മംഗലശ്ശേരി ഗ്രൂപ്പ് ഭരിക്കുന്നത്. നീ ഇരിക്കേണ്ട സ്ഥാനത്താ അവളിരിക്കുന്നെ. ഒരു സെക്കൻഡിന്റെ കാലതാമസത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ താലിയെ പറ്റി നീ ഓർക്കണം. അതിന് കാരണക്കാരെയും. കഴിഞ്ഞ 27 വർഷം ഒരു കനലുമായി ഞാൻ ജീവിക്കുമ്പോ നിനക്കെങ്ങനെ അത് മറന്നുകളയാൻ കഴിയുന്നു? ഇന്ന് 300 കോടിയുടെ ബിസിനസ് കയ്യിൽ വന്ന ആഘോഷ ഇപ്പൊ അവിടെ നടക്കുന്നേ. എല്ലാം സ്വാതിയുടെ ഭാഗ്യമെന്നാ എല്ലാവരും വാഴ്ത്തുന്നത്. നിനക്കെങ്ങനെ ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നു? ഈ ദക്ഷയുടെ മോളാണോ നീ എന്ന് പോലും ഞാൻ സംശയിച്ചു പോന്നു. മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ബാക്കി ഷെയർ സ്വന്തമാക്കാൻ ഇരുന്നവരാ നമ്മള്. ഒരു തകർച്ചയിൽ നിന്നാ അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഇനി അവരെ പിടിച്ചാ കിട്ടില്ല. മമ്മിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയതിന് എന്നെ എന്തിനും പഴിക്കുന്നു? ഇപ്പൊ അവരാരുമായിട്ട് അലയൻസ് ആയിരിക്കുന്നേ? ആനന്ദ് ഗ്രൂപ്പ്, ചെന്നൈ. മമ്മി ഇതൊന്നും അറിഞ്ഞില്ലേ? അവരുമായി മമ്മിക്ക് ബന്ധമുള്ളതല്ലേ? ഞാൻ അറിഞ്ഞപ്പോഴേക്കും എല്ലാം വൈകിപ്പോയി. അവർ മംഗലശ്ശേരി ഗ്രൂപ്പിന് 300 കോടിയുടെ പ്രോജക്റ്റ് കൊടുത്തത് തന്നെ ആഗ്നേയ ഗ്രൂപ്പിന് ഷെയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ നമ്മളെ വിശ്വസിച്ച്. ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയാം. സ്വാതി വഴി സഞ്ജുവിന് കിട്ടിയ നേട്ടമല്ല ഇത്. ഇത് ലച്ചു കൊണ്ടുവന്ന ഭാഗ്യം. എനിക്ക് മനസ്സിലായില്ല. സഞ്ജുവിന്റെ ഭാര്യ ലച്ചുവ. രണ്ടാം കെട്ടുകാരി ഒരു പ്രഹസനം മാത്രം. ലച്ചു മംഗലശ്ശേരിയിലുള്ള കാലത്തോളം അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫലവും കാണില്ലെന്ന് അനുഭവം കൊണ്ട് ഞാൻ പറയുക. അവൾക്ക് എന്ത് അമാനുഷിക ശക്തിയാ ഉള്ളത്? വെറും ഒരു പെണ്ണ്, ജീവിക്കാൻ അറിയാത്തവള്. നീ ലച്ചുവിനെ പുച്ഛിച്ച് തള്ളരുത്. ലച്ചുവിനെ പറ്റി ആ നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. അവൾ എവിടെയുണ്ടോ അവിടെ ഭാഗ്യം ഉണ്ടാവുമെന്ന്. അതിന് പെരുവണ്ണാപുരത്തുകാർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അവളെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കി വിടാനാ ഒരു ജോലി ഞാൻ അവൾക്ക് ഏർപ്പാടാക്കി കൊടുത്തത്. അവള് പോണോന്ന് മനസ്സ് കാണിച്ചതാ. ഭാഗ്യം അവിടെയും മംഗലശ്ശേരിക്കാർക്ക് തുണയായി നിന്നു. വീണ്ടും അവൾ സർവ്വ ഐശ്വര്യങ്ങളുമായി മംഗലശ്ശേരിയിലെത്തി. അവൾ സഞ്ജു താലി കെട്ടിയ പെണ്ണാണെന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ കവിതയ്ക്കും കഴിഞ്ഞില്ല. മംഗലശ്ശേരിയിൽ വേഷം കെട്ടി നിൽക്കുന്ന ബഫൂണായി കവിത മാറി. തെളിവില്ലാതെ സഞ്ജുവിന്റെ ആദ്യ ഭാര്യയാണ് ലച്ചു എന്ന് പറഞ്ഞ ഇനി വില പോകില്ല. അത്രത്തോളം കവിത അതിനെ തരം താഴ്ത്തി കളഞ്ഞു. അവൾക്ക് സഞ്ജുവിനെ വിട്ട് പോവാൻ കഴിയില്ല. അതാ സത്യം. അവള് പോവില്ല മമ്മി. മമ്മി ഒരു പെണ്ണിന്റെ മുന്നേ മുട്ടുമടക്കുന്ന കാണുമ്പോ സഹതാപ തോന്നുന്നേ. അവളെ ഒഴിവാക്കിയ സഞ്ജു തകർന്നു പോവെങ്കിൽ എന്തിനു മടിക്കണം? അവളെ എന്നേക്കുമായി ഒഴിവാക്കി വിടണം. നമ്മുടെ ഈ സംസാരം മുത്തശ്ശി അറിയണ്ട. ലച്ചു എന്ന് പറഞ്ഞ 100 നാവാ. ഒരവസരം ഞാൻ ലച്ചുവിന് വെച്ച് നീട്ടി. അവനെ കണ്ടപ്പോ എല്ലാം ഉപേക്ഷിച്ച് അവൾ കൂടെ വന്നു. നീ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യ. സഞ്ജുവിനെ വിട്ട് അവൾ എവിടെയും പോവില്ല. നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കാനും പോകുന്നില്ല. ഇനി തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലെന്നാ എനിക്കും തോന്നുന്നു. അങ്ങനൊരു കനത്ത പ്രഹര എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് രാത്രി ലച്ചു തീർന്നു കിട്ടണം. മംഗലശ്ശേരിയുടെ വിധി ഇനി എന്താകുമെന്ന് എനിക്ക് കാണണം. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന പോലെ ലച്ചു ഭാഗ്യദേവതയാണെങ്കിൽ സഞ്ജു താലി കെട്ടിയ പെണ്ണായി ഇനി അവള് വേണ്ട. മമ്മിക്ക് കഴിയുമെങ്കിൽ ചെയ്ത് കാണിക്ക. നാളെ ലച്ചു ഈ ലോകത്തില്ല എന്ന വാർത്ത എനിക്ക് കേൾക്കണം.
അപ്പൊ അറിയാം മമ്മിയുടെ വിശ്വാസ പ്രമാണം സത്യമാണോന്ന്. ഈ ഒരു പകലിന്റെയും വരാൻ പോകുന്ന രാത്രിയുടെയും ആയുസ് മാത്രമേ നിനക്കുണ്ടാവൂ. കൊന്നുകളയണമെന്ന് നിന്റെ കാര്യത്തിൽ ഇതുവരെ ഞാൻ ചിന്തിക്കാത്തതാ. പക്ഷെ എനിക്കത് ചെയ്തേ തീരൂ. മംഗലശ്ശേരിയുടെ കാവൽ മാലാഖയായി നീ ഇനി വേണ്ട ലച്ചു. ഇന്ന് നിന്റെ അവസാന രാത്രിയാ. സർ, ഓർഡർ പ്ലീസ്. ആ, നിനക്കെന്താ വേണ്ടേ? എനിക്ക് ഷേക്സ് എന്തെങ്കിലും മതി. ആ, 2 പിസ്ത ഷേക്ക്. ഓക്കെ സർ. ഓക്കെ മാഡം. ഓക്കെ. നമ്മുടെ സ്റ്റാഫുകളില് പലരും ഒന്ന് പറഞ്ഞത് സഞ്ജു ശ്രദ്ധിച്ചോ? എന്താ പറഞ്ഞേ? ഞാൻ സഞ്ജുവിന്റെ ഭാര്യ ആയതിന്റെ ഭാഗ്യം കൊണ്ട് ഇപ്പോ 300 കോടി രൂപയുടെ പ്രോജക്റ്റ് മംഗലശ്ശേരി ഗ്രൂപ്പിന് ലഭിച്ചതെന്ന്. ഭാര്യയുടെ ഭാഗ്യം ഭർത്താവിന് കിട്ടും അല്ലേ സഞ്ജു? ആ, അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്തായാലും എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. സത്യത്തെ ഇന്ന് ലച്ചു തിരിച്ച് മംഗലശ്ശേരിയിൽ വന്നതിന്റെ ഭാഗ്യാന്ന് ഞാൻ എങ്ങനെയാ സ്വാതിയോട് പറയാ? അല്ല, സഞ്ജു എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. സത്യത്തിൽ അമ്മ ഇപ്പോ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരേണ്ടതായിരുന്നു അല്ലേ സഞ്ജു? ആ, അതെ. നമ്മള് ഗോവിന്ദനെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മുവിന്റെ കാര്യം അപ്പൊ ഓർത്തില്ല. സാരമില്ല, ഇനി സമയമുണ്ടല്ലോ. ആ, അമ്മു ചികിത്സയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, മൈൻഡ് കുറച്ചുകൂടെ ഫ്രഷ് ആവാൻ നമുക്ക് അവളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങണം. നമുക്ക് പോവാം. സർ, ഓർഡർ. സാർ, ഇനി എന്തെങ്കിലും? ആ, ഒരു ഫ്രണ്ട് കൂടി വരാനുണ്ട്. വന്നിട്ട് എന്താ വേണ്ടെന്ന് പറയാം. ഓക്കെ സർ, ശരി. ശരി, കുടിക്കേ. ആ, ഇപ്പൊ ഇത് കഴിക്കേ. ഗോവിന്ദ് വന്നിട്ട് നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. കഴിക്കേ. എനിക്കെന്തോ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുക. എനിക്കും അങ്ങനെ തന്നെയാ. നമ്മുടെ കമ്പനിക്ക് വലിയൊരു ഓഫറല്ലേ കിട്ടിയിരിക്കുന്നത്. കഴിക്കു സ്വാതി. അതെ, ഞാൻ കൂടി ഇവിടെ ഇരുന്ന സ്വർഗത്തിലെ കട്ടറും പാവോ? കളിയാക്കാതെ താനൊന്നിരിക്കടോ. ഗോവിന്ദൻ എന്താ വേണ്ടേ? ഐസ്ക്രീം, ഫലൂദ, മിൽക്ക് ഷേക്ക്? ഞാൻ ഇപ്പോൾ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. ഓ, പിന്നീട് എന്തെങ്കിലും പറയാം. ഓക്കെ. ഗോവിന്ദന് ഞങ്ങള് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഗോവിന്ദ് ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത വിവരം ഇന്നാ ഞങ്ങൾ അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതാ അക്കാര്യം നിങ്ങൾ അറിയിക്കാൻ വൈകിയത്. ഗോവിന്ദ് ഇവിടെ ക്വാർട്ടേഴ്സിലെ താമസം അല്ലേ? ക്വാർട്ടേഴ്സിലായിരുന്നു. ഇപ്പോ അടുത്തൊരു വീട് റെഡിയായിട്ടുണ്ട്. ഓ, ഇവിടെ തൊട്ടടുത്ത മംഗലശ്ശേരി വീട്. അതെന്താ ഗോവിന്ദ് ഓർക്കാത്തെ? അവിടെ താമസിച്ചൂടെ? ഹേയ്, ഓർക്കാത്തതല്ല. എനിക്ക് എപ്പോ വന്നാലും ആ വീട്ടിൽ താമസിക്കാമല്ലോ.
പക്ഷേ ഹോസ്പിറ്റലിന് അടുത്താവുന്നത് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവൽ ഒഴിവാക്കാമല്ലോ. ഞങ്ങളുടെ ലച്ചുവിനെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് ഗോവിന്ദ. അതൊരിക്കലും ഞങ്ങൾ മറക്കില്ല. ഒരു മാനുഷിക പരിഗണന, അതിനെ അങ്ങനെ കണ്ടാൽ മതി. ലച്ചു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അല്ലാതെ അതിനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും കാണണ്ട. ഞങ്ങൾക്കെന്തായാലും അത് വലിയ കാര്യം തന്നെയാ. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചാ ഗോവിന്ദ സത്യസന്ധമായി തന്നെ മറുപടി പറയൂ? സ്വാതി ചോദിക്ക്, ഞാൻ സത്യസന്ധമായി മാത്രമേ മറുപടി പറയൂ. ഗോവിന്ദന് ലച്ചുവിനെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. അതെ, എനിക്ക് ലച്ചുവിനെ ഇഷ്ടമാ. അത് അമ്മുന്റെ കഴുത്തിന് മുമ്പ് ആരോ ഒരാൾ താലി കെട്ടിയത് ഗോവിന്ദ ഒരു കുറവായി കാണുന്നുണ്ടോ? ഇല്ല. അമ്മുനെ വിവാഹം കഴിക്കാൻ ഗോവിന്ദന് താല്പര്യമുണ്ടോ? ലച്ചുവിന്റെ കഴുത്തിൽ ആരോ ഒരിക്കൽ താലി കെട്ടിയതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ലച്ചുവിന് സമ്മതമാണെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കാം. എന്ന് ലച്ചുവിന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ പിന്നെ ഗോവിന്ദ് ഇന്ന് തന്നെ മംഗലശ്ശേരിയിലേക്ക് താമസം മാറ്റണം. അതെന്തിനാ? ആദ്യമേ പറഞ്ഞില്ലേ, ഞങ്ങളല്ലേ ഇവിടെ അടുത്തുള്ളപ്പോ ഗോവിന്ദ് ഒറ്റയ്ക്ക് വേറൊരിടത്ത് താമസിക്കണ്ട. മാത്രമല്ല ലച്ചുവുമായി ഗോവിന്ദന് കൂടുതൽ അടുക്കാൻ മംഗലശ്ശേരിയിൽ കഴിയുന്നത് നല്ലത്. അല്ല, അത് ഞാൻ... ഇനി കൂടുതലൊന്നും പറയണ്ട. ഇന്ന് തന്നെ ഗോവിന്ദ് മംഗലശ്ശേരിയിലേക്ക് താമസം മാറ്റണം. അതെ, അത് വേണം. എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞോ? എല്ലാം അടിപൊളിയാവണം. സ്വാതി ചേച്ചി അദ്ദേഹം വരുമ്പോ നമ്മൾ ഒരുക്കങ്ങൾ കണ്ട് ഞെട്ടണം. അത് ഞാൻ ഏറ്റുലച്ചു. കാഞ്ചന വന്നില്ല. കാഞ്ചന ഒറ്റയ്ക്കേ ഉള്ളൂ. പ്രഭ എവിടെ? പെട്ടെന്നല്ലേ ശാന്തി മുഹൂർത്തത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞത്. പ്രഭ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഡൽഹി പോയിരിക്കുക. നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചെത്തും. എല്ലാം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. എല്ലാ ഒരുക്കങ്ങളുടെയും പിന്നിൽ ദാ ഈ നിൽക്കുന്നവള അമ്മു. ഇപ്പോഴും ചേച്ചിയുടെ അമ്മയ്ക്ക് എന്നോട് പഴയ പിണക്കമുണ്ടോ? അന്ന് ഓർമ്മയില്ലാതെ ഞാൻ പലതും കാട്ടിക്കൂട്ടി. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നുക. അമ്മേ, ഞാനിപ്പോ പഴയ അമ്മോ. എന്റെ സ്വാതി ചേച്ചിയുടെയും അദ്ദേഹത്തിന്റെയും നല്ല ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പഴയ അമ്മ തന്നെയാ ഞാൻ. ഇനി എന്നോടുള്ള പഴയ പിണക്കം അമ്മ ഇനി മനസ്സിൽ വെക്കരുത്. ദാ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ നിന്നോട് ആ ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോ നീ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോ ശരിക്കും ആ ദേഷ്യം എന്റെ മനസ്സിൽ നിന്ന് പോയി. അപ്പോ സ്വാതി ചേച്ചിയെ സ്നേഹിക്കുന്ന ആ പഴയ അമ്മുവായി അമ്മയ്ക്കെന്നെ കാണാൻ പറ്റൂല്ലേ? നീ എപ്പോഴും എനിക്ക് ആ പഴയ അമ്മ തന്നെയാ. ആ, കുറച്ച് അലങ്കാരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഞാനും കൂടി ദിനേശേട്ടന്റെ ഒപ്പം കൂടട്ടെ. വാ
സത്യം പറഞ്ഞ എനിക്കിപ്പോ ലച്ചുവിനോടുള്ള എല്ലാ വിരോധവും പോയി. സഞ്ജുവിന്റെ സ്വാതിയുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി ലച്ചു അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഞാൻ അറിയാതെ ഒരു അലങ്കാരം, ആഘോഷം വല്ലതും ഉണ്ടോ? ഇന്ന് സഞ്ജുവിന്റെ സ്വാതിയുടെ ശാന്തി മുഹൂർത്ത. ഇത് ഗംഭീരമായി ആഘോഷിക്കണമെന്ന് ലച്ചുവിന് ഒരേ ഒരു നിർബന്ധം. ആലോചിച്ചപ്പോ അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. അവരുടെ വിവാഹത്തിനെന്ന് തന്നെ എന്തെല്ലാം തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്. അത് കഴിഞ്ഞ് അവർക്ക് രണ്ടാൾക്കും ഇവിടെയും പ്രശ്നങ്ങളായിരുന്നല്ലോ. അപ്പോ ശാന്തി മുഹൂർത്തം എല്ലാവരും കൂടി സന്തോഷമായിട്ട് തന്നെ ആഘോഷിക്കേണ്ടതാണ്. എന്താ, ശരിയല്ലേ? എന്നാലും ഇവിടെ ഇത്രയും ഒരു ആഘോഷം നടക്കുമ്പോ അതെന്നെ ഒന്ന് അറിയിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പൊ നീ അറിഞ്ഞല്ലോ. ഇനി നീ ചെന്ന് ഈ അലങ്കാരങ്ങളൊക്കെ നീ കൂടി ചെയ്യ. സഞ്ജുവും സ്വാതിയെ പുറത്തു പോയിരിക്കെ, രണ്ടാളും വിവരം അറിഞ്ഞിട്ടില്ല. വരുമ്പോ ഒരുക്കങ്ങൾ കണ്ട് രണ്ടാളും ഞെട്ടണം. അതിൽ ലച്ചുവിന്റെ തീരുമാനോ. ആലോചിച്ച് നിൽക്കാതെ നീയും അവളോടൊപ്പം കൂടിക്കുക. ഒരുക്കങ്ങൾ കൂടുതൽ ഗംഭീരമാവട്ടെ. ഞാൻ ഒരുക്കങ്ങൾ നടത്താനല്ല പോകുന്നത്, എല്ലാം പൊളിക്കാനാ. സഞ്ജുവും സ്വാതിയും തമ്മിലുള്ള ആദ്യ രാത്രി അത് അവസാന രാത്രിയാകണം. എന്ത് വന്നാലും അത് ഞാൻ ചെയ്തിരിക്കും, ഉറപ്പ്. ആരാ? നമ്പീശ സാർ വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ. ഞാൻ കുഞ്ഞുമൻ. അല്ല, വേറെന്തോ പേരാണല്ലോ നമ്പീശൻ പറഞ്ഞത്. അത് പെരിച്ചാഴിയെന്നാവും. അതാ എന്റെ വെളിപ്പേര്. പെരിച്ചാഴി ആയാലും ചുണ്ടലി ആയാലും കാര്യം നടക്കണം. നിങ്ങൾ ഡീറ്റെയിൽസ് നമ്പീശൻ ഒരു പെണ്ണിന്റെ കാര്യല്ലേ നിങ്ങളോട് പറഞ്ഞത്? അതെ, കൂടുതൽ കാര്യങ്ങൾ മാഡം പറയൂന്ന് പറഞ്ഞു. മംഗലശ്ശേരി എന്ന വീട്ടിലാ അവളുള്ളത്. അവിടുത്തെ സെർവന്റ് അവള്. പേരമ്മു. ലച്ചു എന്നും വിളിക്കാറുണ്ട്. ദേ, അവളെ അവിടെ വെച്ച് തീർത്ത് കളയല്ല വേണ്ടത്. ജീവനോടെ നിങ്ങൾ അവളെ പുറത്തെത്തിച്ചു തരണം. മറ്റൊരാൾ അവളുടെ റൂമിൽ കിടന്നതിന്റെ ഒരു തെളിവും അവിടെ ആർക്കും ഉണ്ടാവരുത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലായി. പക്ഷെ വലിയ വീടൊക്കെ ആകുമ്പോൾ CCTV ക്യാമറ കാണില്ലേ മാഡം? അതറിയാം. കിച്ചന്റെ ഭാഗത്ത് 2 ക്യാമറകൾ പ്രവർത്തിക്കില്ല. നിങ്ങൾക്ക് അതുവഴി അകത്ത് കയറാം. കിച്ചൺ തുറന്ന് അവളെയും കൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. അത് ഞങ്ങൾ ചെയ്തോളാം. അവളെ മാത്രം കൊണ്ടുവന്ന പോരാ. റൂമിലുള്ള അവളുടെ ഡ്രസ്സുകൾ, ഫോൺ എന്നിവ അവളുടെ ബാഗിലാക്കി എടുക്കണം.
അവള് രാത്രി അടുക്കള വാതിൽ വഴി ഇറങ്ങിപ്പോയതാണെന്ന പ്രതീതി വരുത്തണം. കാര്യങ്ങൾ മനസ്സിലായി. അവൾ ഒച്ചയുണ്ടാക്കില്ലേ? അതെനിക്ക് വിട്. നേരം പുലർന്നാലല്ലേ അവള് കണ്ണു തുറക്കും. അവളുടെ ശരീരത്തിൽ ഒരു പോറല് പോലും വീഴരുത്. അതിലെനിക്ക് നിർബന്ധമുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ നമ്പീശൻ തെരഞ്ഞെടുത്തത് തന്നെ അതുകൊണ്ട്. ഞങ്ങളെ വിശ്വസിക്കാം. നിന്റെ ഫോൺ നമ്പർ നമ്പീശൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇടപാടുകളെല്ലാം മുംബൈയിലുള്ള നമ്പീശനുമായിട്ട്. രാത്രി നിന്റെ ഫോണിൽ വീടിന്റെ ലൊക്കേഷനും പെണ്ണിന്റെ ഫോട്ടോയും എത്തും. ശരി. എന്നാ നിങ്ങൾ പൊയ്ക്കോ. അല്ല, എന്താ മമ്മിയുടെ ഉദ്ദേശം? അവളെ സുഖവാസത്തിനാണോ കൊണ്ടുപോകുന്നത്? അയാളോട് പറയുന്ന കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഒന്നും മനസ്സിൽ കാണാതെയല്ല ലച്ചുവിനെ ജീവനോടെ വേണോന്ന് ഞാൻ പറയുന്നത്. ആദ്യം അവൾ എന്റെ കയ്യിൽ വരട്ടെ. അത് കഴിഞ്ഞ് മമ്മിയുടെ കളികൾ മോള് കാണും.